പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടക്കമിടും. 10,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. 50ഓളം സീറ്റുകളിൽ ധാരണ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ രാജ്യം ഇന്ധനക്ഷാമത്തിലേക്കെന്ന ആശങ്ക. ഭീതി വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ. സിലിണ്ടർ വിതരണം നിർത്തിയതോടെ ഹോട്ടൽ കാറ്ററിംഗ് മേഖല പ്രതിസന്ധിയിലേക്ക്. നാളെ മുതൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് ഇന്ധന സർചാർജ് ഏർപ്പെടുത്താൻ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും. ഇന്ധന പ്രതിസന്ധി താൽക്കാലികമെന്ന് വൈറ്റ് ഹൗസ്. ഇറാനിലേക്കും ലെബനോണിലേക്കും കനത്ത വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ. ഇറാന്റെ 16 മൈൻ വിക്ഷേപണ കപ്പലുകളെ തകർത്ത അമേരിക്ക. യുദ്ധം വേണമോ എന്നതിൽ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നതായി ട്രംപ്. ഗൾഫ് മേഖലയിലേക്ക് യുദ്ധവിദഗ്ധരെ അയച്ചുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. സൈനിക താവളം ലക്ഷ്യമാക്കിയ 6 മിസൈലുകളെ തകർത്തുവെന്ന് സൗദി അറേബ്യ. അയൽ രാജ്യങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇറാനെതിരെ UN രക്ഷാസമിതിയിൽ പ്രമേയം. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാൻ G7 രാഷ്ട്രങ്ങൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിന്മേൽ ലോക്സഭയിൽ ഇന്നും ചർച്ച തുടരും. സ്പീക്കറുടേത് പക്ഷപാതപരമായ പെരുമാറ്റമെന്നും ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കാത്തത് ചട്ടലംഘനമെന്നും ചർച്ചയിൽ KC വേണുഗോപാൽ. സഭാചട്ടങ്ങൾ പ്രതിപക്ഷ നേതാവിനും ബാധകമെന്ന് തിരിച്ചടിച്ച് BJP MPമാർ. UEFA ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിന് തോൽവി. ഗലാറ്റസറയുടെ വിജയം എതിരില്ലാത്ത 1 ഗോളിന്. ഗോൾ നേട്ടത്തിൽ മാരിയോ ലാമിന.